അമേരിക്ക തലയ്ക്ക് 10 കോടി വില പറഞ്ഞ അമേരിക്കയുടെ കണ്ണിലെ ഭീകരൻ ആരാണ്? അസദിന്റെ 24 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച അബു മുഹമ്മദ് അൽ ജുലാനി. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ സിറിയയിൽ അധികാര കൈമാറ്റത്തിന് ചലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സിറിയയുടെ ഭരണം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് 45-കാരനായ അബു മുഹമ്മദ് അൽ ജുലാനിയാണ്. ആരാണ് ഈ ജുലാനി? IS-ന്റെ ഭാഗമായിരുന്ന, പിന്നീട് IS-നെതിരെ പോരാടിയ അമേരിക്ക വിളിക്കുന്ന തീവ്രവാദി. പക്ഷേ സിറിയൻ ജനതയ്ക്ക് ജുലാനി ദൈവമാണിപ്പോൾ. അസദിന്റെ കിരാത ഭരണം അവസാനിപ്പിച്ച് സിറിയ സ്വതന്ത്രമാക്കി സിറിയയിൽ ജനങ്ങൾക്ക് തങ്ങളുടെ നേതാക്കൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരിനെ കൊണ്ടുവരുന്ന ജുലാനി. 1982-ൽ സൗദി അറേബ്യയിലാണ് ജുലാനി ജനിച്ചത്. അച്ഛനൊരു പെട്രോളിയം എഞ്ചിനീയർ ആയിരുന്നു. കുട്ടിക്കാലത്ത് 7 വർഷം സൗദി അറേബ്യയിൽ താമസിച്ച ജുലാനി പിന്നീട് സിറിയയിലേക്ക് കുടുംബസമേതം മടങ്ങി. 2003-ലാണ് ജുലാനി അൽ ഖ്വയ്ദയിൽ ചേരുന്നത്. അക്കാലത്ത് അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് 2011-ൽ സ്വന്തമായി ജബത്ത് അൽ നുസ്ര എന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് രൂപീകരിച്ചു. പിന്നീട് ഈ സംഘം ഹയാത്ത് തസീർ അൽ ഷാമായി മാറി. അൽ ഖ്വയ്ദയിലായിരിക്കെ അബൂബക്കർ അൽ ബഗ്ദാദിക്കൊപ്പവും ജുലാനി പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് അമേരിക്കയുടെ കണ്ണിലെ കടാകാൻ കാരണം. എന്നാൽ 2011-ൽ അദ്ദേഹം IS-ൽ നിന്നും വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചു. പിന്നീട് IS-നെതിരെ പോരാട്ടം തുടങ്ങി. 2012-ൽ അമേരിക്ക ജുലാനിയുടെ HTS-നെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കുകയും ജുലാനിയുടെ തലയ്ക്ക് $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ജുലാനി തന്റെ പ്രതിച്ഛായ മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. നിരപരാധികളെ കൊല്ലുകയല്ല തന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പലതവണ പറഞ്ഞത്. സിറിയയിലെ ഇഡ്ലിബ് പ്രവിശ്യയിൽ HTS അതിൻ്റെ കൈവശം ഒരു സർക്കാർ സ്ഥാപിക്കുകയും സിവിൽ അഡ്മിനിസ്ട്രേഷൻ സൊല്യൂഷൻ ഗവൺമെൻറ് ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ദമാസ്കസ് പിടിച്ചടക്കിയ ജുലാനി HTS-നെ നിയമാനുസൃതമായൊരു ഭരണസ്ഥാപനമാക്കി അവതരിപ്പിക്കാനാണ് നീങ്ങുന്നത്. ലോകം തൻ്റെ സംഘടനയെ ഭീകരവാദവുമായി ബന്ധപ്പെടുത്തരുതെന്നും സിറിയയുടെ ഭാവിയിൽ അത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായി തൻ്റെ സംഘടനയെ കണക്കാക്കണമെന്നും ജുലാനി പറയുന്നു. സിറിയയുടെ മുഖച്ഛായ മാറ്റാൻ ജുലാനിക്ക് കഴിയുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സിറിയയിലെ 24 വർഷത്തെ അസദിന്റെ ഭരണവും 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധവും അങ്ങനെ ജുലാനി അവസാനിപ്പിച്ചു. രാജ്യത്തിന്റെ തലസ്ഥാനം ഇപ്പോൾ ഹയാത്ത് അൽ ഷാമിന്റെ നിയന്ത്രണത്തിലാണ്. വിമത ഗ്രൂപ്പ് പോരാളികൾ വെറും 10 ദിവസം കൊണ്ടാണ് ദമാസ്കസ് പിടിച്ചെടുത്തത്. സമാധാനപരമായ അധികാര കൈമാറ്റമാണ് ആഗ്രഹിക്കുന്നതെന്ന് വിമതർ പ്രഖ്യാപിക്കുകയും അതുവരെ അധികാരത്തിൽ തുടരാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പുതിയൊരു സ്വതന്ത്ര സിറിയ അതെങ്ങനെ ജുലാനി സാധ്യമാക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. നിരവധി രാഷ്ട്രീയ മതഘടകങ്ങൾ ഉൾച്ചേർന്ന വല്ലാത്തൊരു രാഷ്ട്രീയ ഭൂപടമാണ് സിറിയയുടേത്. തുർക്കി നേരിടുന്ന കുർദുകൾ, ഇസ്രായേൽ പിന്തുണയ്ക്കുന്ന സുന്നി വിമോചന സേന, സൈനിസത്തിന്റെ പട്ടാളമായ IS നേരിടുന്ന അമേരിക്ക, ഇറാനിയൻ പ്രോക്സി ഗവൺമെന്റ് ബിഷാർ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന റഷ്യ, ഇസ്രായേലിനോട് ഒരു നിലയ്ക്കും സന്ധിയില്ലാത്ത സിറിയൻ വിമോചന സേനയുടെ ഉപഗ്രൂപ്പുകൾ, അങ്ങനെ എല്ലാം സമാധാനം കെടുത്തുന്ന സിറിയയെ എങ്ങനെ ഇവരിൽ നിന്നും ജുലാനി സ്വതന്ത്രമാക്കുമെന്നാണ് അറിയേണ്ടത്.